എല്ലാവർക്കും നമസ്കാരം. ആദി നവി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ UAE ഉമൽകോയിൻ എമിറേറ്റ്സിൽ വരുന്ന ഒരു സൂവിലാണ്. അപ്പൊ നമ്മുടെ ഈദ് ഹോളിഡേസിന്റെ ഒരു ദിവസം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. ഞങ്ങൾ ഈവനിങ് ടൈമാണ് പ്രിഫർ ചെയ്തത് വരാൻ, പക്ഷെ ഇവിടെ വന്നിട്ട് നല്ല വെയിലുണ്ട്. അകത്തോട്ട് കയറി നല്ല തിരക്കുണ്ടായിരുന്നു. ടിക്കറ്റ് ഒക്കെ എടുത്ത് അകത്ത് കയറി ഇത് ഫീഡ്, അവർക്കുള്ള ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്, പുല്ല്. ഇതിന് നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മള് അകത്ത് എന്താണ് വിശേഷങ്ങളെന്ന് അറിഞ്ഞിട്ടില്ല, കേറിയിട്ടേ ഉള്ളൂ. നമുക്കപ്പോ ബാക്കി വീഡിയോസിലേക്ക് പോകാം. ഉമൽകോയിൻ സൂവിന് പ്രത്യേകം ഒരു പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. ബൗണ്ടറിക്ക് പുറത്തായിട്ട് തന്നെയാണ് എല്ലാ പാർക്കിങ്ങും വരുന്നത്. അവിടെ നമുക്ക് ആവശ്യത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാകുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ. അതിനുശേഷം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്ന വ്യൂസ് ആണ് ഇപ്പോൾ ഐ ലവ്സ് യു ആൻഡ് ഈ മയിലിൻ്റെ ഒരു കേജ്. അതിനുശേഷം നേരെ കാണുന്നത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഷേപ്പിലുള്ള ഒരു കേജാണ്. അതിൽ സൂന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ടൈഗറിനെ ഇട്ടേക്കുന്ന കൂട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല ഇതേപോലത്തെ ഒരു കൂട്. ഇതുപോലൊരു കൂട്ടിലാണ് ടൈഗറിനെ ഇട്ടേക്കുന്നത്. ഓരോ സൂ ഓരോ പ്രത്യേകതകളാണ്. ഇതിപ്പോൾ നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ആനിമൽസിനെ കാണാം, പക്ഷെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള രീതിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. കാരണം ഓരോ ജീവികൾക്കും ഓരോ ആവാസ വ്യവസ്ഥകളുണ്ടല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ UAE മറ്റു വലിയ സൂ ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ അത് പ്രൊവൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാഴ്ചക്കാർ എന്ന രീതിയിൽ നമുക്ക് വിസിബിലിറ്റി കുറയുന്നുണ്ട്. ഈ കഴിക്കാൻ കൊടുത്ത് ഇവർക്ക് ഇന്ന് വിശപ്പില്ല, ഇന്ന് വയറ് പൊട്ടാറായിട്ടുണ്ട് ഇവരുടെ കഴിച്ച്. അതുകൊണ്ട് തന്നെ അവര് കഴിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിക്കല. തോന്നുന്നു അല്ലെ, പ്രഗ്നന്റ് ആടാ. വരാൻ വിളിക്കുക. ആട് പോലെയുള്ള ജീവികളൊക്കെ ചെറിയ ഹൈറ്റ് കുറഞ്ഞ ഇതിലാണ് ഇട്ടേക്കുന്നത്. അതുപോലെ വരുന്ന ചെടികൾ മറ്റ് ഇത് നല്ല ഭംഗിയുണ്ട് ഇട്ടേക്കുന്ന കാണാൻ. കാരണം എന്താ, ഇതുപോലുള്ള ചെറിയ ഫെൻസിന്റെ അകത്ത് ഇതൊരു ഡോഗ്സ് ഏതോ ഒരു ബ്രീഡാണ്. സെന്ററിലൊരു ചെടിയൊക്കെ കൊടുത്ത് കുറച്ച് പുല്ലൊക്കെ നട്ട് ചെറിയ ഫെൻസൊക്കെ കൊടുത്തിട്ടാണ്. ഇതുപോലെ കോഴികള് അതിനൊക്കെ ഇട്ടേക്കുന്ന. നമുക്ക് മോളിൽ നിന്ന് അവർക്ക് ഫീഡ് കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. കോഴിക്കാരോ പുല്ല് കൊടുത്തേക്കുന്നു. ഇത് ഏതോ ഒരു കാറ്റഗറിയിൽ വരുന്ന മങ്കിയാണ്. അവിടെ പ്രത്യേകിച്ച് നെയിം ബോർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ജീവികളുടെയും കറക്റ്റ് നെയിം മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ ഏകദേശം പോയത് ഈവനിങ് ടൈം ആണെങ്കിലും നല്ല ചൂടുണ്ടായിരുന്നു. മൃഗങ്ങളൊക്കെ, അതായത് പുലിയൊക്കെ ചെറിയ തളർന്ന അവസ്ഥയിലായിരുന്നു. എല്ലാ ജീവികളും ഇല്ല കേട്ടോ, ചില ജീവികൾ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഇത് കണ്ടോ, ഈ പുലിയെ ഇട്ടിരിക്കുന്നത് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫെൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞതാണ്, അത് ചങ്ങലയിൽ ടൈ ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമുക്ക് വൈൽഡ് ആനിമൽസിൻ്റെ കൂടെയുള്ള ഫോട്ടോഗ്രാഫി നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. പ്രത്യേക പേയ്മെൻ്റ് ഉണ്ട് കേട്ടോ ഇതിന്. നമുക്ക് എൻട്രൻസിൽ തന്നെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഫീസൊക്കെ അടയ്ക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അകത്ത് കയറിയാൽ പിന്നെ ഫോട്ടോസ്, അതൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത ജീവികളാണ്. പിന്നെ നമ്മൾ ഇതിലാണ് നടക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ കാണാം കേട്ടോ. ഈ സൂവിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയത് അതാണ്. നമുക്ക് ഇങ്ങനെ പൊക്കം കുറഞ്ഞ ഫെൻസിലൂടെ നമുക്ക് നേരിട്ട് ജീവികളെ നമുക്ക് ടോപ്പിലൂടെ കാണാം. കുറച്ച് വൈൽഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിരിക്കില്ലാത്ത മൃഗങ്ങളെ ആയിരിക്കാം ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഡബിൾ ലെയർ കേജിലൊക്കെ ഇട്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ വാക്കിംഗ് സ്പേസസ് ഉണ്ട്, നല്ല ഇന്റർലോക്ക് ആയിട്ടുള്ള നല്ല വാക്കിംഗ് സ്പേസസ് ഉണ്ട്. ഇത് അടുത്തൊരു കിളികളുടെ ഏരിയ ആണ്. കംപ്ലീറ്റ് പക്ഷികളെയൊക്കെ ഒരു സെറ്റായിട്ട് ഒരു ഏരിയയിൽ ഇട്ടേക്കാണ്.
അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു മങ്കി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഫുൾ പക്ഷികളുടെ ഒരു ഏരിയ ആണ്. അത് നമുക്ക് ഓരോ കിളികളെയായിട്ട് നമുക്കിങ്ങനെ നോക്കി പോവുകയാണെങ്കിൽ ഫാൽക്കൺ ഉണ്ടായിരുന്നു, വൾച്ചർ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമുക്ക് കാക്ക ഒരു സൂവിലും കണ്ടിട്ടില്ല. ഇവിടെ ആ ഒരു വലിയ കേജിൽ നിറയെ കിളികളുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഫോട്ടോസ് ഷൂട്ടിനും ഫോട്ടോസൊക്കെ എടുക്കാനും പിന്നെ ആ എൻറ്റയർ അറ്റ്മോസ്ഫിയർ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ വാട്ടർഫോൾസ് ഇതുപോലെ കുറച്ച് റോക്കിൻ്റെ എലമെൻറ്റ്സ് ഒരു എലിഫൻറ്റിൻ്റെ ഒരു സ്റ്റാച്ചു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഒത്തിരി ആനിമൽസിൻ്റെ വീഡിയോസ് കിട്ടുന്നുണ്ടായിരുന്നില്ല, കേജ് അത്രയ്ക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള കേജ് ആയതുകൊണ്ട്. പിന്നെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കണ്ടിട്ട് ഓടിച്ചെന്നതാണ്. അപ്പോൾ അവിടെ പക്ഷികളെയൊക്കെ നമുക്ക് കയ്യിലെടുക്കാം, ഫോട്ടോ എടുക്കാം. എല്ലാ ടൈപ്പ് പക്ഷികളും അവിടെ ഉണ്ട്. പിന്നെ ഇതായിരുന്നു ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നിയ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് നെയിം ബോർഡൊന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല ജീവികളെ എനിക്ക് പൊതുവെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഞാൻ കുറെ നോക്കിട്ടോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവുന്ന, ഇനി എങ്ങാനും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ക്ഷമിക്കണം, പക്ഷെ ഒരു സ്ഥലത്ത് കണ്ടില്ല. ഇതാരപ്പാ? ഇതാര് പൊന്നു? പൊന്നു ആർക്ക പാപ്പം കൊടുക്കണേ? ആർക്ക പാപ്പം കൊടുക്കണേ? ഡോങ്കി പറഞ്ഞേ. ഒരുപാട് സൂവിൽ നമ്മൾ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിലും ഓരോ സ്ഥലത്തും ഓരോ പ്രത്യേകതകളാണ്. എല്ലാ ജീവികൾക്കും അതിൻ്റെതായ ഹാബിറ്റാറ്റ് പൂർണ്ണമായിട്ടും സജ്ജീകരിക്കാൻ പലയിടത്തും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റു സൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയൊരു സൂ ആണ്. നമ്മൾ ഒട്ടും ടയേർഡ് ആവില്ല. ഫുൾ ആനിമൽസിനെയും ബേർഡ്സിനെയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ര ടയേർഡ് ആവില്ല. അവർക്ക് പറ്റുന്ന മാക്സിമം രീതിയിൽ അവരുടെ ഹാബിറ്റാറ്റ് ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചുറ്റും ഗ്രീൻ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റി ഫെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ആംബിയൻസ് സൃഷ്ടിക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് മൃഗങ്ങളെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വിസിബിൾ ആണ്. പക്ഷെ കുറേ മൃഗങ്ങളും കുറവാണ്, ഏരിയയും വളരെ കുറവാണ് മറ്റൊരു സൂ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ. അതിൻ്റെയൊക്കെ സ്പേസിങ് വളരെ കുറവാണ്. ഒരു മൃഗത്തിൽ നിന്ന് അടുത്ത മൃഗത്തിലേക്കുള്ള കേജിൻ്റെ സ്പേസിങ് നമുക്ക് കുറവാണ്. ഇത് ഫോട്ടോഷൂട്ടാണ് സിംഹത്തിൻ്റെ കൂടെയുള്ള. അപ്പോൾ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സിംഹവും അതുപോലെ ട്രെയിനറും ആണ് അടുത്തിരിക്കുന്നത്. അപ്പോൾ സിംഹത്തിൻ്റെ കൂടെയുള്ള പുലിയുടെ കൂടെയും അങ്ങനെ എല്ലാ ജീവികളുടെയും കൂടെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റും. പിന്നെ ഞങ്ങൾ ജിറാഫിൻ്റെ അടുത്ത് പോയി, ജിറാഫിന് ഫുഡൊക്കെ കൊടുത്തു. ഈ ഒരു സൂവിൽ ഏരിയ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫുള്ളി ഒരു ഹാബിറ്റാറ്റ് ഒരുക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം
നമ്മൾ മറ്റു സൂവിലൊക്കെ പോകുമ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ ആ വൈൽഡ് ആനിമൽസിന് കുറച്ചും കൂടെ നടക്കാനും അവർക്ക് പറ്റിയ ഒരു കുറച്ചൊരു ഫോറസ്റ്റിൻ്റെ ഫുള്ളി സെറ്റപ്പ് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിലും കൊടുത്തതായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഏരിയ കുറവാണ്, ആ ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള ഒരു രീതിയിലാണ്, പക്ഷെ വെൽ ഓർഗനൈസ്ഡ് ആണ്. നമുക്ക് അധികം ടയേർഡ് ആവാതെ ഏതൊരു ഏജിലുള്ളവർക്കും നമുക്ക് പോവാം. എൻറ്റയർ സൂവിൻ്റെ മിഡിലായിട്ട് ഒരു ഗ്രീൻ ലാൻഡ്സ്കേപ്പ് ഏരിയ ഉണ്ട്. അവിടെ ഇരിക്കാനും സംസാരിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്ലേസ് ആണ്. അതുപോലെ ടോട്ടൽ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബോഡിയും ചുറ്റും പെബിൾസും ഒരു പെർമനൻറ്റ് ബ്രിഡ്ജ്, വുഡൻ ബ്രിഡ്ജ്, അതുപോലെ വുഡൻ ബെഞ്ചസ് കൊടുത്തിട്ടുണ്ട് ഇരിക്കാനൊക്കെ ആയിട്ട്. റോക്ക് ഫീൽഡിലൊരു എലമെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. അതൊരു വാട്ടർ ഫാൾസ് ഉണ്ട്. ടോട്ടലി ഇറ്റ്സ് അമേസിങ് ആൻഡ് അടിപൊളി സൂ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരിക്കും ടാറ്റാ ബൈ.